ഹായ്. അപ്പോൾ ഇന്ന് കണ്ടന്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ പറ്റി പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് കോൺഷ്യസ്നെസ്സിനകത്ത് എന്താണുള്ളത് എന്നൊരു ചോദ്യം. പലപ്പോഴും എന്നോട് ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കും, ഈ ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്നതുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ധ്യാനിച്ചാൽ എല്ലാം അറിയാൻ സാധിക്കുമോ? എല്ലാ ഇൻഫർമേഷനും നമ്മുടെ കയ്യിൽ വരുമോ? ഇങ്ങനെ പല കൺഫ്യൂഷൻ. പലരും കോട്ട് ചെയ്ത് ചോദിക്കുന്നത് ഈ രാമാനുജനുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. രാമാനുജനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇന്ന് വേൾഡ് ഫേമസ് ആണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന അദ്ദേഹം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില തിയറീസ് ഡിറൈവ് ചെയ്തു. മാത്തമാറ്റിക്കൽ തിയറീസ് ഡിറൈവ് ചെയ്തു. അദ്ദേഹം ഡിറൈവ് ചെയ്യുന്ന തിയറീസ് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ലായിരുന്നു. അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ കുലദേവത സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ UK അദ്ദേഹത്തിൻ്റെ തിയറീസൊക്കെ കണ്ട് കൊണ്ടുപോവുകയും അവിടെ കുറേ കാലം അദ്ദേഹം ജീവിച്ച് അതിൻ്റെയൊക്കെ ഒരു അർത്ഥം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം അന്ന് ഡിറൈവ് ചെയ്ത പല തിയറീസും പിന്നീടാണ് പ്രൂവ് ചെയ്യപ്പെട്ടതും അതുകൊണ്ടുള്ള യൂസ് പോലും ഇപ്പോഴും മനുഷ്യൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ആകാശിക് റെക്കോർഡ്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് പ്രപഞ്ചത്തിൽ ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും എല്ലാ ഇൻഫർമേഷനും ആകാശ എന്ന് പറയുന്ന ഒരു പ്ലെയിനിൽ ഒരു ഡയമെൻഷനിൽ സേവ് ചെയ്തിരിക്കുന്നെന്നും അതിലേക്ക് നമുക്ക് ട്യൂൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഇൻഫർമേഷനും നമ്മുടെ കോൺഷ്യസ്നസ് വഴി നമുക്ക് എടുക്കാൻ സാധിക്കും എന്നാണ് ഈ ആകാശിക് റെക്കോർഡ്സിൻ്റെ ഒരു കൺസെപ്റ്റ്. സത്യം പറഞ്ഞാൽ ഈ കുലദേവതയുടെ കാര്യം പറഞ്ഞു തുടങ്ങി. ഇപ്പം ഓരോ കുലത്തിനും ഓരോ ദേവതമാരുണ്ട്. അത് രാമാനുജനേക്കാൾ നന്നായി ഇത് കുലദേവതയെ ആരാധിച്ചവരും പ്രാക്ടീസ് ചെയ്തവരും ഉണ്ട്. അതിന് മുമ്പുണ്ട് ശേഷമുണ്ട്. അല്ലാതെ ചെയ്തവരുണ്ട്. കൂടുതൽ നേരം മെഡിറ്റേഷനിൽ സ്പെൻഡ് ചെയ്തവരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കാർക്കും കിട്ടാത്തൊരു കാര്യം രാമാനുജന് കിട്ടി. എന്തുകൊണ്ടായിരിക്കും? കർമ്മ. അതായത് ഓരോ മനുഷ്യനും ഓരോ നിയോഗമുണ്ട്. ആ നിയോഗത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ നിയോഗം അതായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് അറിയാൻ സാധിച്ചത്. അതിനു മുമ്പും ശേഷവും എത്രയോ പേർ അതേ കുലദേവതയെ ആരാധിക്കുന്നു. അപ്പം അദ്ദേഹത്തിനേക്കാൾ നന്നായി ആരാധിച്ചവർ വരെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. പക്ഷേ ഹി വാസ് ദ ചൂസൺ വൺ. ഓരോ മനുഷ്യനും ഓരോ ഡെസ്റ്റിനി ഉണ്ട്, ഓരോ നിയോഗമുണ്ട് എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നിയോഗം അത് മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത നിയോഗങ്ങളുടെ ഒരു പാർട്ട് മാത്രമായിരുന്നു അത്. ഈ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ചില കാര്യങ്ങൾ സംഭാവന ചെയ്യുക എന്നുള്ളത്. അപ്പം ശരിക്കും ഈ കുലദേവത എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ദേവത എന്ന് പറഞ്ഞു കൊടുത്തതായിട്ടാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ഈ ഒരു കോൺഷ്യസ്നെസ്സിൽ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ നിന്നാണ് ഈ ഉത്തരം ഡിറൈവ് ചെയ്ത് വരുന്നത്. നിക്കോള ടെസ്ലയും ആൽബർട്ട് ഐൻസ്റ്റീനെയും പോലുള്ള ശാസ്ത്രജ്ഞന്മാർ, ഒരു കുലദൈവത്തെ ആരാധിക്കാത്തത് ശാസ്ത്രജ്ഞർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ പലപ്പോഴും പല ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തിയറികൾ ഡിറൈവ് ചെയ്യാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തം നടത്താൻ നോക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പലപ്പോഴും അവർ ഉറങ്ങുന്ന നേരത്തെ അവർക്ക് സ്വപ്നത്തിലാണ് കിട്ടിയത്. അതിങ്ങനെ പർട്ടിക്കുലർ ദൈവമെന്ന് പറഞ്ഞു കൊടുത്തായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. ഇത് മനുഷ്യൻ ഈ കണ്ടുപിടുത്തങ്ങളും മറ്റു കാര്യമായിട്ട് ഒരു റെക്കോർഡിക്കൽ ഹിസ്റ്ററി ഉണ്ടായ കാലം മുതലേ റെക്കോർഡ് ചെയ്യപ്പെടുന്ന കാര്യമാണ് സ്വപ്നത്തിൽ റിവീലായ ഒരുപാട് അത്ഭുതങ്ങളെപ്പറ്റി. പിന്നെയും ഒരുപാട് കഥകളുണ്ട്. സ്വപ്നത്തിലും അല്ലാതെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾ റിവീലായ ആൾക്കാരുണ്ട്. ഒരു ഇൻസൈറ്റ് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഞാനെപ്പോഴും ഈ ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മൾ വളരെ അവെയറായി നമ്മളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് യു ലുക്ക് ഇൻ ടു അവർ ഓൺ ബീയിങ്, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ വെളിപ്പെടുമെന്ന് പറയും. അതായത് ദ കണ്ടന്റ് ഓഫ് ദി എൻറ്റയർ കോൺഷ്യസ്നസ് വിൽ ബി റിവീൽഡ് ടു യു എന്ന് പറയും. ഈ മുഴുവൻ ബോധത്തിൻ്റെയും അർത്ഥവും കഥകളും സ്റ്റോറികളും ഇൻഫർമേഷനും എല്ലാം നിങ്ങൾക്ക് തന്നെ തെളിഞ്ഞു വരുമെന്ന് പറയും. പല മനുഷ്യരും മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും വളരെ ഏൻഷ്യൻ്റാണ്. അതായത് നമ്മളെല്ലാവരും വളരെ പൗരാണികമായ ഒരു ജീവിയാണ്. ഇപ്പം എനിക്കൊരു ഇത്ര വയസ്സ്, നിങ്ങൾക്ക് ഇത്ര വയസ്സ്, അങ്ങനെയാണെങ്കിൽ പോലും മനുഷ്യനുണ്ടായ കാലം മുതൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജീവൻ ഉണ്ടായ കാലം മുതൽ എക്സിസ്റ്റ് ചെയ്യുന്ന അതേ സത്ത തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മൾ അതിൻ്റെ തന്നെ ഭാഗമാണ്. നമ്മളൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ല. സോ വി ആർ സോ ഏൻഷ്യൻ, വി ആർ ആസ് ഓൾഡ് ആസ് ലൈഫ്. നമ്മൾ ജീവൻ്റെ അത്രയും പഴക്കമുള്ള ജീവികളാണ്. ഈ എൻറ്റയർ കോൺഷ്യസ്നസ്, എൻറ്റയർ ഹ്യൂമാനിറ്റിയുടെ അല്ലെങ്കിൽ എൻറ്റയർ ലിവിങ് ബീയിങ്ങിൻ്റെ സ്റ്റോറി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മളതിൻ്റെ പാർട്ടാണ്. നമ്മൾ അതിൽ നിന്ന് വിഭിന്നമല്ല. നമ്മൾ അതിലൊന്നാണ്. നമ്മൾ അതിൽ തന്നെ മിങ്കിളായി പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ആർ ദി എൻറ്റയറിറ്റി ഓഫ് കോൺഷ്യസ്നസ്. മുഴുവൻ കോൺഷ്യസ്നസ്സിൻ്റെ എൻറ്റയറിറ്റി നിങ്ങളുടെ ഉള്ളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കോൺഷ്യസ് ലെവലുണ്ടല്ലോ, ഒരു മനസ്സ് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നൊരു ബോധം അതിൽ തന്നെ ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. അതായത് പ്രപഞ്ചത്തിൽ എവിടെ നടക്കുന്ന ഈ ഒരു ബോധം റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയാണോ അവിടെ എല്ലാം ഉള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ അത്രത്തോളം കണക്റ്റഡ് ആണ്.
സോ അതിൽ നിന്ന് നിങ്ങൾ വിഭിന്നമല്ലാത്തത് കൊണ്ട് തന്നെ അതും നിങ്ങളും വെവ്വേറെയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോൺഷ്യസ്നസ്സിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സർവ്വപ്രപഞ്ചത്തിൻ്റെയും സർവ്വ ചോദ്യങ്ങളുടെയും സർവ്വ ചരാചരങ്ങളുടെയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു ഫാക്റ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, ഈ ഇത്തരം കോൺഷ്യസ്നസ്സിൻ്റെ ഒരു റിയാലിറ്റി റിവീൽ ചെയ്ത ആളുകൾ, ഇപ്പോൾ രമണ മഹർഷിയെ പോലുള്ള ആളുകൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത് എന്താണെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം അവർക്ക് ഈ ഒരു യാത്രയുടെ അർത്ഥം മനസ്സിലായതുകൊണ്ടാണ്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം മനസ്സുള്ള മനുഷ്യന് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അവൻ എന്തോ അച്ചീവ് ചെയ്യാൻ പോവുകയാണ് എന്ന് അവൻ വിചാരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ജീവനുണ്ട്, നിങ്ങൾക്ക് കോൺഷ്യസ് ആണ് നിങ്ങളെങ്കിൽ ആദ്യത്തെ ജീവൻ്റെ തുടുപ്പ് മുതൽ നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. കാരണം ആ ഒരു കോൺഷ്യസ്നെസ് തന്നെയാണ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. ബേസിക്കലി ജീവൻ ആദ്യമായിട്ട് ഭൂമിയിലുണ്ടായത് ഒരു തവണയല്ല, പല തവണയാണ് ഉണ്ടായത്. ജീവൻ പലതവണ ഒരു ഭൂമിയിലുണ്ടായപ്പോൾ ജീവൻ്റെ ആദ്യത്തെ പർപ്പസ് എന്ന് പറയുന്നത് സർവൈവലായിരുന്നു. അതായത് ജീവൻ നിലനിൽക്കാനാണ് ശ്രമിച്ചത്. ജീവൻ നിലനിൽക്കാൻ ശ്രമിച്ചതിൻ്റെ സക്സസ് റേറ്റ് കൊണ്ടാണ് നമ്മൾ ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്, മില്യൺസ് ഓഫ് വർഷം കഴിഞ്ഞിട്ട്. ഇതിനു മുമ്പ് ഒരുപാട് യുഗങ്ങൾ വന്നുപോയി, അവിടെയും ഇതെല്ലാം സംഭവിച്ചതായിട്ട് പറയപ്പെടുന്നു. നോക്കൂ, എത്ര യുഗം വന്നു പോയാലും എത്ര മില്യൺസ് ഓഫ് വർഷം കഴിഞ്ഞ് പോയാലും ഇതെല്ലാം റിവീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം ഹാപ്പൻ ചെയ്യുന്ന കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒന്നാണ്. അതൊരു പ്യുവർ കോൺഷ്യസ്നെസ് ആണ്, എൻ്റെ ബേസിക് അടിത്തറ എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സും, ആദ്യം കളക്റ്റീവ് കോൺഷ്യസ്നെസ് വരും, പിന്നെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് വരും. അതല്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഈ പ്യുവർ കോൺഷ്യസ്നെസ്, ഈ പ്യുവർ അവയർനെസ്, ശുദ്ധമായ ബോധം അതിലെല്ലാം ഉണ്ട്. യുഗങ്ങൾക്ക് മുമ്പും യുഗങ്ങൾക്കപ്പുറവും പ്രപഞ്ചത്തിനിപ്പുറവും അപ്പുറവും എല്ലാം അതിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മളൊരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റിയാണ്, നമ്മളൊരു ചെറിയ മനുഷ്യനാണ്, നമ്മൾക്ക് അഹങ്കാരമുണ്ട്, നമ്മൾ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ്, ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്, ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ട ആളാണ്. നിങ്ങളിതൊക്കെ ചെയ്യും. നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല, നിങ്ങളൊരു ജാതിയിൽ നിങ്ങളുടെ ജാതിയുമായി ഇടപഴകുന്നതിൽ തെറ്റില്ല, നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇടപഴകുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ കാര്യങ്ങളാണ് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വിചാരിക്കരുത്. നമ്മുടെ കർമ്മം നമ്മളിവിടെ ചെയ്താലേ പറ്റൂ. അതിന് നമ്മൾ അതിലെടുത്ത് തലയിൽ ചുമന്ന് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് സ്വാഭാവികമായി ചെയ്യാൻ സാധിക്കണം, സ്വസ്ഥമായിട്ട് ചെയ്യാൻ സാധിക്കണം. അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലാതിരിക്കാൻ പറ്റും. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു യഥാർത്ഥ പ്രപഞ്ചബോധമായിട്ടൊരു താതാത്മ്യീകരണത്തിലായിരിക്കും. അങ്ങനെ പോകുമ്പോഴാണ് ജീവിതം വളരെ സുഖവും ശാന്തവും സമാധാനമുള്ള ഒന്നായിട്ട് മാറുന്നത്. എനിവേ, ഇത്രയും എനിക്കിന്ന് പറയണമെന്ന് തോന്നി. ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് യു നോ, നിങ്ങളെ അറിയിക്കണം തോന്നി. നിങ്ങൾ വളരെ പൗരാണികമാണ്. യു ആർ സോ ഏൻഷ്യൻറ്റ്. താങ്ക് യു.